ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പിപ്പീസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളുടെ അടുത്ത ദിനം, അതായത് നമ്മൾ ഇന്ന് ഹൈദരാബാദിൽ വന്നിരുന്നു. 2-3 ദിവസമായിട്ട് ഇവിടെ തങ്ങിയിരിക്കുന്നു. തിരിച്ച് നാട്ടിലേക്ക് പോകണം. നാട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒറ്റയടിക്കൊന്നും പോകുന്നില്ല. നമ്മൾ തങ്ങി തന്നെയാണ് പോകുന്നത്. നമ്മൾ കുർണൂൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പം അതിൽ വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി പിപ്പീസ് വ്ളോഗിലേക്ക് സ്നേഹത്തോടു കൂടിയ ഒരു സ്വാഗതം. താങ്ക് യു. രാവിലത്തെ ഫുഡാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ഫുഡാണ്. ബിർളാഡ എൻജിനീയറിംഗ് കോളേജിൻ്റെ മെസ്സാണിത്. ആ മെസ്സിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളുടെ ഹരിസാറിൻ്റെ കെയർ ഓഫിലാണ് വന്നിരിക്കുന്നത്. അദ്ദേഹമാണ് ഇത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ എന്താ പറയുക, നല്ലൊരു ഒരു ഫീല് തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്ത്, ഈ ക്യാൻറ്റീൻ്റെ അകത്ത്. സൂപ്പറാണ് കേട്ടോ. ഫുഡൊക്കെ ആവശ്യം പോലെ കഴിക്കാം. അൺലിമിറ്റഡാണ്. സാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളെ ഹരിസാറ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനും അതേപോലെ തന്നെ ഇവിടെ ഈ ക്യാൻറ്റീൻ മെസ്സിൽ കയറി ഫുഡൊക്കെ കഴിക്കാനൊക്കെ സൗകര്യം ഒരുക്കി തന്നത്. മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ സൂപ്രണ്ടാണ്. ബിർളയുടെ എൻജിനീയറിംഗ് കോളേജിൻ്റെ സൂപ്രണ്ടാണ്. അദ്ദേഹമാണ് ഇതിനൊക്കെ സൗകര്യം ഒരുക്കി തന്നത്. അദ്ദേഹത്തിന് ഒരുപാട് താങ്ക്സ് പറയുന്നു. അതോടൊപ്പം നമ്മുടെ ഫാമിലീസ് എല്ലാവരും കഴിക്കുന്നു. ഞാനും കഴിക്കാൻ പോകുന്നു. കഴിക്കട്ടെ. ഇതാണ് എൻ്റെ ഫുഡ്. ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കേ. ഇത് നമ്മുടെ ഹൈദരാബാദിലുള്ള ബിർള ഗ്രൂപ്പിൻ്റെ എൻജിനീയറിംഗ് കോളേജാണ്. ആ കോളേജിൻ്റെ ഹോസ്റ്റലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഹോസ്റ്റലിൽ ഇത് മെസ്സ്, ഈ കാണുന്ന മെസ്സാണ് അത്. അതേപോലെ തന്നെ ഇതും ഹോസ്റ്റലാണ്, ബോയ്സിൻ്റെ ഹോസ്റ്റലാണ്. ലേഡീസ് ഹോസ്റ്റലിൽ നേരെ പുറകിലായിട്ട് വരും കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ വലിയൊരു സംഭവമാണ്. ബിടെക്, എംടെക്, PhD ഇതൊക്കെ ഇവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ സ്റ്റുഡൻസ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ സ്റ്റുഡൻസ് ഇവിടെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്ന് കാണാൻ വേണ്ടി വരണം. നമ്മൾ ഹോസ്റ്റൽ കണ്ടു. ഇനിയിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിക്കാം. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറങ്ങാം. കോളേജ് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോരാനുള്ളതാണ്. അത് ഞാനെടുത്ത് പിലാനി ഹൈദരാബാദ് ക്യാമ്പസ്. അതായത് നമ്മുടെ ഹൈദരാബാദിലുള്ള ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് ഈ കാണുന്നത്. ഇവിടെ എൻജിനീയറിങ്, PhD അങ്ങനെ ഒരുപാട് കോഴ്സുകളുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള കോളേജാണ്. കോളേജ് ക്യാമ്പസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഓപ്പൺ ചെയ്ത് ആ ഡോറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണട്ടെ. നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് ഒന്ന് കയറാം നമുക്ക്. ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, പിലാനി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മളുടെ ബിർളയുടെ ഒരു 4 കോളേജുണ്ട് ഇന്ത്യയിൽ, 4 എണ്ണം. അതിലൊന്നാണ് ഹൈദരാബാദിലുള്ളത്. ആ ഹൈദരാബാദിലുള്ള ആ കോളേജിന് കോമ്പൗണ്ടിനകത്തുള്ള കോളേജ് വിദ്യാർത്ഥികൾക്കുള്ള ഒരു സിനിമാ തിയേറ്ററാണിത്. ഓഡിറ്റോറിയം എന്ന് പറയുന്നത് സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. ഏകദേശം 3000-ഓളം സീറ്റുകളുണ്ട്. ബാൽക്കണി ഉൾപ്പെടെ ഗംഭീരമാണ്, അടിപൊളിയാണ്. നമുക്ക് ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകും. അത്ര രസകരമായിട്ടാണ് ഈ ഓഡിറ്റോറിയം, ഈ തിയേറ്റർ തന്നെ റെഡിയാക്കിയിട്ടിരിക്കുന്നത്.
അതായത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണിത്. ഈ തിയേറ്റർ AC-യാണ്. മാത്രവുമല്ല ആഴ്ചയിൽ 2 സിനിമ പ്രദർശനം ഇവിടെ ഉണ്ടാവും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി. അതിനുവേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തായാലും സൂപ്പറാണ്, അടിപൊളിയാണ്. സാറ് നമ്മുടെ സാറുണ്ട്, ഹരിദാസ് സാർ. അടുത്ത് നമ്മൾ കാണുന്നത് കോളേജിൻ്റെ ഒരു അടിപൊളി ലൈബ്രറിയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അന്തം വിട്ടു പോകും. എത്ര മനോഹരമായിട്ടാണ് ആ ലൈബ്രറി അവർ ഒരുക്കിയിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ച്. നമ്മളൊരു ഗ്ലാസ്സൊക്കെ തുറന്ന് അതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സ്റ്റുഡൻസിന് ഇരുന്ന് പഠിക്കാനും റെഫർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ ടേബിളുകൾ അടിപൊളിയാക്കിയിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോളേജിൻ്റെ പുറത്തേക്കുള്ള ഒരു കാഴ്ചകൾ നോക്കി ആ കവാടത്തിൻ്റെയോടൊപ്പം തന്നെ കാണുന്നത് നല്ല കളർഫുള്ളായിട്ടുള്ള ചെടികളും പൂക്കളും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് നല്ലൊരു ചിത്രം കാണാം. ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു കഥകളി രൂപവും, അതേപോലെ തിരിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ശ്രീബുദ്ധൻ്റെ ഒരു രൂപവും നമുക്കിവിടെ കാണാം. കോളേജ് ക്യാമ്പസിൻ്റെ എൻട്രൻസ് കവാടമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ അത്യാവശ്യം വീഡിയോസുകളെല്ലാം നമ്മളിവിടെ വന്നെടുത്തു. മുഴുവൻ കാണിക്കാനൊന്നും സമയമില്ല. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ മിലിറ്ററി ക്യാമ്പിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. ഈ കവാടം വഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉടനെ CRPF ക്യാമ്പിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമ്മൾ മിലിറ്ററി ക്യാമ്പിൻ്റെ അകത്തുള്ള ചില സംഭവങ്ങളും ചില കാഴ്ചകളുമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ മിലിറ്ററി ക്യാമ്പിനകത്ത് കയറി. എൻട്രൻസ് ഒന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ, അത് മിലിറ്ററി ക്യാമ്പാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരു മ്യൂസിക് ബാൻഡിൻ്റെ അകത്തേക്കാണ് കയറിയിരിക്കുന്നത്. നിങ്ങൾ കണ്ടത് നമ്മളുടെ സുരേഷ് ബാബു സാറാണ്, അവരുടെ മ്യൂസിക് ബാൻഡാണ്. അതിലെ കാഴ്ചകളും അതിൽ ഉള്ള സംഭവങ്ങളും അവരുടെ പാട്ടും ഒക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാൻ സാധിക്കും. ഇത് സാറിൻ്റെ പേരെന്താ? വിഷ്ണു. ആലപ്പുഴ. രണ്ടും കൊല്ലം. ഏത് ക്യാമ്പിലും നമ്മുടെ മലയാളീസ് ഉണ്ടാവും. മലയാളീസില്ലാത്ത ക്യാമ്പില്ല അല്ലേ? എവിടെയായാലും മലയാളീസ് ഉണ്ട്. സാർ നമുക്ക് പാട്ട് കേൾക്കാം. ഒരു പാട്ട്, അടിപൊളി പാട്ട്. മണിപ്പൂർ മഞ്ജിത്ത് എന്ന് പറയുന്ന സാറിൻ്റെ പാട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. അതിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ.
चांद जैसे मुखड़े पे बिंदिया सितारा, चांद जैसे मुखड़े पे बिंदिया सितारा, नहीं भूलेगा मेरी जान ये सितारा, वो सितारा। मानो तेरी नजर
വർണ്ണങ്ങൾ ചാർത്തുന്ന മായാത്ത കണ്ണിൽ മനസ്സിന്റെ നിറവിൽ തോക്കുന്ന സ്വപ്നം ഇപ്പോൾ നമ്മൾ RAF ക്യാമ്പിലാണ് നമ്മൾ. ആ ക്യാമ്പിൽ മ്യൂസിക് കഴിഞ്ഞിട്ട് നമ്മൾ RAFന്റെ മ്യൂസിക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നത് നേരെ മാർക്കറ്റിലേക്കാണ്. ഞങ്ങൾക്ക് കാണുമ്പോൾ ഇതൊരു മാർക്കറ്റാണ് ഞങ്ങൾക്ക്, പക്ഷേ ഇത് ക്യാൻറ്റീൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ വന്ന ഒരു പ്രതീതി പോലെ ഞങ്ങൾക്ക് തോന്നി. അത് നമ്മുടെ സുരേഷ് സാറ്, പിന്നെ വിഷ്ണു സാറ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചേട്ടൻ തൊട്ടടുത്തുണ്ട്. നമ്മുടെ ഫാമിലി പർച്ചേസ് ചെയ്തിട്ട് ബില്ലടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കും. ക്യൂ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ആളുകൾ ബില്ലടിക്കുന്നു. നമ്മൾ ഇവിടുന്ന് ചെന്നിട്ട് ഹൈദരാബാദിൽ ഞങ്ങൾ എന്ത് കൊണ്ടുവന്നു, ഹൈദരാബാദിൽ മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ സ്വീറ്റ്സ് എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ. ഇത് നമ്മളെ സ്റ്റാഫിന് കൊടുക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ തെലങ്കാന ലഡു, നാരിയൽ ലഡു, അത് നമ്മൾ വാങ്ങിച്ച് ഞങ്ങളുടെ ക്യാമ്പിൽ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. അതെ 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 സെറ്റപ്പായിട്ട് നടക്കുക, ഒരു രക്ഷയില്ല കേട്ടോ. ക്യാമ്പിലാണ് ഞങ്ങൾ. എല്ലാത്തിനെയും ഫാമിലി മൊത്തം നമ്മളെ ക്യാമ്പ് കയറി. കൂട്ടത്തിൽ വിഷ്ണു, വഴികാട്ടിയായിട്ട് വിഷ്ണു ഉണ്ട്. നമ്മുടെ ആലപ്പുഴയിലുള്ള വിഷ്ണു സാറ് കൂടെ ഉണ്ട്. ക്യാമറ ചെയ്യുന്നത് നമ്മുടെ സുരേഷ് സാറാണ്. ക്യാമറമാൻ സുരേഷ് കസാദ്. അങ്ങനെ പട്ടാളത്തിൻ്റെ ഒരു ചെറിയ ഒപ്റ്റിക്കൽ, നാട്ടിൽ നിന്ന് വന്നവർക്ക് വേണ്ടി ഒരു ചെറിയ ഒപ്റ്റിക്കൽ. ഇതൊന്നും അല്ല പട്ടാളത്തിലുള്ള ഒപ്റ്റിക്കൽ, അതിനെ ക്രോസ് ചെയ്യിക്കുകയാണ്. പതുക്കെ നോക്കി വേണം. പോരെ പോരെ പോരെ, കുഴപ്പമില്ല, നന്നായി വരട്ടെ. ഓക്കെ, ഡൺ. ഒരാൾ കിട്ടി. അദ്ദേഹം എന്താ? വന്നോളൂ. ഇത് ചെറിയൊരു ഒപ്റ്റിക്കലാണ് പട്ടാളത്തിൻ്റെ. അത് വാ. അപ്പം ഈ പട്ടാളത്തിൽ കയറുന്ന പിള്ളേർ ഇതേപോലെ എന്ത് ചാട്ടവും ഓട്ടവും ചാടിയിട്ട് ഓടിയിട്ട് വരുന്നത്. ഒരാൾക്ക് ധൈര്യമുണ്ട് ഇത് വഴി വരാൻ. ഹായ്, ഇങ്ങോട്ട് നോക്ക്, ഉരുണ്ട് വരില്ലേ. ഇതാണ് പട്ടാളത്തിൽ. അങ്ങനെ ഞങ്ങളുടെ പരേഡ് ഗ്രൗണ്ട് കാണാനായിട്ട് ഇതാ നമ്മുടെ എല്ലാവരും പരേഡ് ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ടോട്ട് നോക്കിയോ, പരേഡ് ഗ്രൗണ്ട് കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. സൂപ്പർ അല്ലേ? സൂപ്പർ. ജീവിതത്തിലൊരു ഭയങ്കര അനുഭവങ്ങളാണ്. അതാണ് ഇത് പരേഡ് നടക്കുന്ന സ്ഥലം. നമ്മളിപ്പോൾ ശരിക്കും നമ്മൾ വന്നേക്കണത് സുരേഷ് സാറിൻ്റെ കൂടെ, വിഷ്ണു സാറിൻ്റെ കൂടെ, നമ്മൾ രണ്ട് സാർമാർ കൂടെ ഉണ്ട്.
അവരുടെ കൂടെ നമ്മൾ പരേഡ്, അതായത് CRPF പരേഡ് ഗ്രൗണ്ടിൽ എത്തിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് അങ്ങനെ ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം സുരേഷ് സാറിൻ്റെ കെയർ ഓഫിൽ നമുക്ക് കിട്ടിയേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ പരേഡ് ഗ്രൗണ്ടിൽ വന്ന് ഒരു ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം. ഇവിടെ മനോഹരമായിട്ടാണ് പരേഡ് ഗ്രൗണ്ട് കിടക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വളരെ ഒരു വല്ലാത്തൊരു ആവേശമായിട്ട് തോന്നിയത് കണ്ടപ്പോൾ. പിന്നെ ഈ പരേഡ് ഗ്രൗണ്ട് നമുക്ക് കാണാം, ചുറ്റും കാണാം, എന്താ ഒരു വ്യൂ കാണാം നമുക്ക്. കണ്ട ഇത് രസകരമായിട്ടാണ് പരേഡ് ഗ്രൗണ്ട് നിർത്തിയേക്കുന്നത്. ഒരു റൗണ്ട് ഓടി വരുമ്പോൾ തന്നെ 800 മീറ്റർ ആവുന്ന പറഞ്ഞു. ഒരു രാവിലെ നമ്മുടെ ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ തന്നെ മോർണിംഗ് ഇങ്ങനെ ഒരു ഓട്ടം ഉണ്ടെന്നാണ് പറയുന്നത്. രാവിലെ ഒരു ഓട്ടം, ആ ഓട്ടം എക്സസൈസ്. കാരണം ഇത് ബോഡി കണ്ടറിയാം, നമുക്ക് എക്സസൈസ് ചെയ്യുന്ന ആ ബോഡി കണ്ടറിയാം. കാരണം ഫിറ്റാണ് സുരേഷ് സാർ ഉൾപ്പെടെയുള്ള ഫിറ്റാണ്. നമ്മളൊക്കെ ഫുഡ് കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ സാറന്മാരുടെ പേര് നമ്മുടെ കൂടെ ഉള്ളത് വിഷ്ണു സാറിനെ കാണിക്കണം. വിഷ്ണു ജസ്റ്റ് അങ്ങോട്ട് ഞാനും വിഷ്ണു ഓപ്പോസിറ്റ്. അപ്പോൾ ഞാനും വിഷ്ണു ഉണ്ട് കേട്ടോ. ഞങ്ങൾ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് സാറാണ്, തൊട്ട് പക്കിൽ നിൽക്കുന്നത് വിഷ്ണു സാറാണ്. നമുക്ക് പല സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നത്. ഞങ്ങൾ ഹൈദരാബാദിൽ നിന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഓക്കെ ആയിട്ട് ഞങ്ങൾ പോവാണ്. ഡൺ. താങ്ക് യു. പിന്നെ ഇങ്ങനെ കയറി കാല് മേലോട്ട് ഇറങ്ങി, കാലിങ്ങനെ നിന്നിട്ട് മേലോട്ട് ഇറങ്ങി. മങ്കി എന്താണ് ഇതിനെ പറഞ്ഞത്? മങ്കി റോപ്പ്. എന്നിട്ട് അവിടെ ഇത് അപ്പത്തിറങ്ങിയിട്ട് ഇതേവരെ പതുക്കെ ഇത് പഴയതാ ഒത്തിരി പറയാൻ പറ്റത്തില്ല. ഇറങ്ങി അവിടെ ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് പോയിട്ട് അവിടെ ചെന്ന് ഇറങ്ങും. എല്ലാത്തിനും ചെയ്തേ പറ്റും. ട്രെയിനിങ്ങിനൊന്നും ലേഡീസ് എന്തോ ശമ്പളം മേടിക്കുന്നില്ല. അല്ല, ലേഡീസ് ശമ്പളം വാങ്ങിക്കുന്നല്ലേ? ലേഡീസ് ശമ്പളം വാങ്ങിക്കുന്നല്ലേ? അവർക്കും കുറച്ച് കുറവുണ്ട്. ചില പെണ്ണുങ്ങളോട് നമുക്ക് ഓടി നിൽക്കാൻ പറ്റിയത്. അയ്യോ, നല്ല സ്റ്റാമിന ഉള്ള പാർട്ടികളൊക്കെ. അപ്പൊ ഈ 9 മാസം ട്രെയിനിങ്ങിന്റെ സമയത്തൊക്കെ എങ്ങനെ ശമ്പളമാണോ ബേസിക് ആണോ? ബേസിക് പേ തരുള്ളൂ, അലവൻസ് ഉള്ളു, അല്ലാണ്ട് ഡി ഒന്നും കിട്ടില്ല നമുക്ക്. ഫുൾ സാലറി ഉണ്ടോ നമുക്ക്? ഏത് ഫുൾ റിസ്ക് അലവൻസ് ഉണ്ടല്ലോ? നമുക്ക് റിസ്ക് അലവൻസ് ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. നമുക്ക് ഫുൾ സാലറി എല്ലാം കിട്ടുമല്ലേ? DA. ഇതിന്റെ മുകളിൽ കൂടി നടന്ന് കയറോ ഓടിക്കയറോ? ഓടി അത് അവിടെ നിന്ന് ഓടി വരണം, അവിടെ നിന്ന് ഓടി വരണം. അതെല്ലാം ക്രോസ് ചെയ്യണം. എന്നിട്ട് ആ കയറി കൂടെ മേലറ്റം വരെ കയറും അങ്ങ്. ആ കയറി മേലറ്റം കയറിയിട്ട് പിന്നെ താഴെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഓടി വന്ന ടൈമിംഗ് ഉണ്ട്. ഇവിടുന്ന് കയറി അവിടുന്ന് ചാടി അവിടെ ജമ്പ് ചെയ്തിട്ട് ഇതുപോലെ കയറി അപ്പുറത്തിറങ്ങി ചെയ്യുന്ന ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിനകത്താണ് നിങ്ങൾക്ക് ചെയ്യണം. നടന്ന് കുഴഞ്ഞ് പാവത്തുങ്ങൾ കേട്ടോ. 1 കിലോമീറ്റർ പോലും നടന്നില്ല. അതിന് മുമ്പേ കുഴഞ്ഞതാ മുട്ടുകാലൊക്കെ തടയുന്നു. ഭർത്താവിൻ്റെ നടക്കുന്നു, ഭർത്താവ് ഭാര്യ കടയിൽ കൊടുക്കുന്നു. തടവാൻ ആണ്. ചില ആളുകൾ മൊബൈൽ തിന്നുകൊണ്ടിരിക്കുന്നു, ചില ആളുകൾ മീശ മറയ്ക്കുന്നു, പിന്നെ കണ്ണാടി ഇട്ട് കണ്ണ് കാണാൻ വയ്യാത്തോലെ ഇരിക്കുന്ന ഒരാൾ ഭാര്യയും ഭർത്താവോട് എന്തൊക്കെ പറഞ്ഞ് വഴക്കിട്ടിരിക്കുക കേട്ടോ. അല്ല, സംഭവം വേറൊന്നും അല്ല. നടത്തി കൊലിക്കാന്നോടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. അമ്മ കണ്ട് ചിരിക്കുന്നു, വേറൊന്നുമില്ല. പിന്നെന്തുകൊണ്ട് തൊപ്പിയൊക്കെ വെച്ച് വല്ലതാ പറയാം. എൻ്റെ ഒന്നുമില്ല തരാനായിട്ട്. ഓക്കെ, ശരി, ഇത്രയൊക്കെ റെസ്റ്റ് ചെയ്താൽ മതി. കൊള്ളാം. അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഫിലിം സിറ്റിയും കണ്ട് നമ്മുടെ പട്ടാള ക്യാമ്പും കണ്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അതിനുവേണ്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിരിക്കണം. ഹൈദരാബാദിൽ നിന്നുള്ള എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം കുർണൂരാണ് താമസിക്കുന്നത്. നമ്മൾ കുർണൂർ താമസിക്കണം. അപ്പോൾ അവിടെ ഒരു 9 മണിക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം 4-5 മണിക്കൂർ യാത്രയുണ്ട്, 200 ചില്ലാൻ കിലോമീറ്റർ. വരുന്ന വഴിയിൽ നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, ഒരു കവാടം കണ്ടു. ആ കവാടത്തിൽ കൂടി ഞങ്ങൾ ദൂരേക്ക് നോക്കിയപ്പോൾ ഒരു പ്രതിമ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രതിമയെ ലക്ഷ്യം വെച്ചു ഞങ്ങൾ നടന്നു. ഈ റൂട്ടിലൂടെ വരുമ്പോഴുള്ള കാഴ്ചകൾ എന്താണെന്നൊന്നും അറിയില്ല.
സമയം സന്ധ്യയായി. എന്തായാലും ലൈറ്റുകളിട്ട് ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ ഇങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അപ്പോഴാണ് ഞങ്ങൾ അടുത്ത് വന്ന് ഇത് വീക്ഷിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്. ഇവിടെ സന്ദർശന സമയമുണ്ട്. ആ സന്ദർശന സമയം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഒരാൾക്ക് 200 രൂപയാണ് ടിക്കറ്റ്. അകത്തേക്ക് കയറാനുള്ള സമയം കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, സമത്വ പ്രതിമ, രാമാനുജൻ്റെ ഒരു പ്രതിമയാണ് നമ്മൾ കാണുന്നതും. അതേപോലെ ആ ഒരു എന്താ പറയുന്നത്, ഹൈദരാബാദിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള രംഗറെഡ്ഡി ജില്ലയിലാണ് ഇന്ത്യൻ തത്വചിന്തകനായ രാമാനുജയുടെ ഇരിക്കുന്ന പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ലൈറ്റുകൾ കൊണ്ട് വളരെ മനോഹരമായ ഒരു വിഷ്വൽ, ഒരു കാഴ്ച തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര മനോഹരമായ ഒരു കാഴ്ച കാണാൻ സാധിക്കുമെന്ന്. പ്രതിദിനം ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിച്ച് പോകുന്നത്. ടൂറിസ്റ്റുകളുടെ തിരക്കായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഇരിക്കുന്ന 2ാമത്തെ പ്രതിമയാണ് രാമാനുജൻ്റേത്. ഏകദേശം 1000 കോടി രൂപയോളം ചെലവിട്ടാണ് പ്രതിമ നിർമ്മിച്ചത്. ഇതിനുള്ള ചെലവ് തന്നെ കണ്ടെത്തിയത് ഭക്തരുടെ സംഭാവനകളിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചത് സ്റ്റീൽ ഫ്രെയിമിങ്ങും പഞ്ചലോഹവുമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രതിമയുടെ പണി ആരംഭിച്ചത് 2014 മെയ് 2-ാം തീയതിയാണ്. എന്നാൽ ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. ഏകദേശം 8 വർഷത്തോളം എടുത്തു ഇതിൻ്റെ പണി തീരാൻ. 2022 ഫെബ്രുവരി 5-ന് ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇന്നത്തെ നമ്മുടെ നരേന്ദ്രമോദി സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പ്രതിമയ്ക്ക് വേണ്ടി സ്വർണം, വെള്ളി, ചെമ്പ്, താമ്രം, സിങ്ക് എന്നിവ ചേർന്ന് ഏകദേശം 700 ടൺ ലോഹം തന്നെ, പഞ്ചലോഹം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ 5 ലോഹങ്ങൾ കൊണ്ടാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രതിമയും കണ്ട് ഞങ്ങൾ താമസിക്കുന്ന റൂമിലേക്ക് പോകാനുള്ള സമയമായി. ഞങ്ങൾ വണ്ടി നിർത്തി കുർണൂൽ താമസിക്കാൻ ആണെന്ന് പ്ലാൻ ചെയ്തതെന്ന് നേരത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ കുർണൂൽ എത്തിയിട്ടില്ല. ഒരു അരമണിക്കൂറും കൂടിയും ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുർണൂലെത്തും. അപ്പോൾ നമ്മുടെ റൂമിലെത്തും. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾക്ക് അത്താഴം എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഞങ്ങളൊരു വെജിറ്റബിൾ ഹോട്ടൽ അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ടു ലെഫ്റ്റ് സൈഡിൽ ഉടുപ്പി ശ്രീവിഹാർ എന്ന ഒരു വെജിറ്റബിൾ ഹോട്ടൽ. ആ ഹോട്ടൽ കണ്ടപ്പോൾ നമ്മുടെ പിപ്പീസാണ് പോകുന്നേട്ടാ. പിപ്പീസ് പോയിക്കൊണ്ടിരിക്കുന്നു. കിടക്കൂ. ഞങ്ങൾ AC ഹാളിൽ അങ്ങനെ കയറണം. എല്ലാം ഒന്ന് തണുപ്പത്തിരുന്ന് ഫുഡ് കഴിക്കുക. എന്തായാലും യാത്ര നമ്മുടെ ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ഇതേ ഇരിക്കുന്നു. ചേട്ടൻ, അമ്മായി, ചേച്ചി എല്ലാവരും വെജിറ്റബിൾ ഹോട്ടൽ കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. കാരണം ഉച്ചയ്ക്ക് ബിരിയാണിയാണല്ലോ കഴിച്ചത്. ഓക്കേ, അപ്പോൾ മെനു ഒക്കെ നോക്ക്. മെനു കാർഡിലൊക്കെ ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. ഇഷ്ടമുള്ളതൊക്കെ പറ. എല്ലാവരും ഇഷ്ടം അനുസരിച്ചുള്ള ഫുഡ് പറഞ്ഞോളൂ കേട്ടോ. ഓക്കേ. നമ്മളിപ്പോൾ ഈ യാത്രയിൽ ഇവിടെ ഈ കേരളം വിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ മെനു കാർഡ് എടുത്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇത് എന്ത് വാങ്ങിക്കണമെന്ന് പോലും പറ്റണില്ല. അടിപൊളി. നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെത്തി. റൊട്ടി എത്തി, മിക്സഡ് വെജിറ്റബിൾ കറി എത്തി. അപ്പോൾ ആളുടെ ഫുഡൊക്കെ കഴിക്കണം. എന്തായാലും നല്ലൊരു ഫുഡാണ്, അടിപൊളിയാണ്. എങ്ങനെയുണ്ട് റൊട്ടി? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. അമ്മായിക്ക് ഇഷ്ടപ്പെട്ടാ? സൂപ്പറാണോ? റൊട്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഇവിടെ കിട്ടുള്ളൂ. ഇത് നമ്മുടെ നാട്ടിൽ പോയി ഈ റൊട്ടിയൊന്നും കിട്ടില്ല. അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ യാത്രയെല്ലാം കഴിഞ്ഞ് നമ്മൾ കുർണൂരെത്തി. ഇതിപ്പോൾ ഒരു 10:30 നമ്മളിവിടെ വന്നപ്പോൾ. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും
ഗുഡ് നൈറ്റ്. സി യു. താങ്ക് യു.